ക്രിസ്ത്യാനിയുടെ സ്വത്വവും ക്രിസ്ത്യാനിയുടെ വ്യക്തിത്വവും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ആൻഡ് ക്രിസ്ത്യൻ പേഴ്സണാലിറ്റി. ഏവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ സാധാരണ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രതിപാദിക്കപ്പെടാത്ത ഒരു വിഷയത്തെപ്പറ്റി ചില അനിവാര്യമായ തിരിച്ചറിവുകൾ ഏവരുമായി പങ്കിടുക എന്നതാണ് ലക്ഷ്യം. ഒരു ക്രിസ്ത്യാനി ആരായിരിക്കണം? ആര് എന്ന പദം കൊണ്ട് നാം രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, സ്വത്വം, ഐഡൻറ്റിറ്റി. രണ്ട്, വ്യക്തിത്വം, പേഴ്സണാലിറ്റി. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കി കുടിക്കാൻ ഉപയോഗിച്ച കപ്പുണ്ട്. ഈ കപ്പിന് അല്ലെങ്കിൽ മഗ്ഗിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഈ കട്ടിയുള്ള ഭാഗം, കണ്ടെയ്നർ. രണ്ട്, ഇതിനകത്ത് ദ്രാവകമായിട്ടുള്ള ചായ, ഞാനുണ്ടാക്കിയ ചായ. ഇത് കമിഴ്ത്തി കാണിച്ചാൽ ചായ എൻ്റെ മേശപ്പുറത്ത് വീഴും. അതുകൊണ്ടാണ് ഞാൻ കമിഴ്ത്തി കാണിക്കാത്തത്. പക്ഷേ ഇതിനകത്ത് ചായയുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ കപ്പിൻ്റെ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഭാഗം. രണ്ട്, ഇതിനകത്ത് ഇരിക്കുന്ന ചായ, അത് ഞാനുണ്ടാക്കിയതാണ്. ഇത് കപ്പ് ഞാനുണ്ടാക്കിയതല്ല, ഇതിനകത്തിരിക്കുന്ന ചായ ഞാനുണ്ടാക്കിയതാണ്. ഈ കപ്പ് നിർമ്മിച്ച, മാനുഫാക്ചർ ചെയ്ത കമ്പനി ഇതുപോലെ ഒരു 10 ലക്ഷം കപ്പുകൾ ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അവർ 10 ലക്ഷം കപ്പുകൾ അല്ലെങ്കിൽ മഗ്ഗുകൾ ഉണ്ടാക്കിയാലും അത് 10 ലക്ഷവും ഒരുപോലെ ആയിരിക്കും. ഇതുപോലെ തന്നെ ആയിരിക്കും. യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയും. അത് സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. എന്നാൽ അതിനുശേഷം ഇതെൻ്റെ കയ്യിൽ വന്ന് ഞാൻ തന്നെ ചായ ഉണ്ടാക്കി ഇതിനകത്ത് ഒഴിക്കുമ്പോൾ ഓരോ ദിവസവും ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്ന ചായ, അതിൻ്റെ രുചി ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. ചായപ്പൊടി വ്യത്യസ്തമായി, ഇതുവരെ ഉപയോഗിച്ച ചായപ്പൊടിയേക്കാൾ വേറിട്ട് മറ്റൊരു ചായപ്പൊടി വാങ്ങിച്ചു. അല്ലെങ്കിൽ പാൽപ്പൊടി തന്നെ വ്യത്യാസം വരുത്തി. വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചു. വെള്ളം തന്നെ അതിൻ്റെ രുചി. പിന്നെ ഇതെല്ലാം കമ്പൈൻ ചെയ്യുന്ന, ഇതെല്ലാം കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന രുചിയുടെ ബാലൻസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കപ്പ് ചായയും മറ്റൊരു കപ്പ് ചായ പോലെ ആയിരിക്കില്ല. ഇത് ഞാൻ ദിവസവും ഏതാണ്ട് അരനൂറ്റാണ്ട് തന്നെ ചായ ഉണ്ടാക്കിയ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങളിൽ ചായ ഉണ്ടാക്കുന്നവർ ഞാൻ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ചായ കുടിക്കുന്നവരും ശ്രദ്ധ വെച്ച് കുടിക്കുന്നവരും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഈ രണ്ട് കാര്യം നോക്കുമ്പോൾ ഇത് നമ്മുടെ സ്വത്വമാണ്, ഐഡൻറ്റിറ്റിയാണ്. ഇതിനകത്തുള്ള ചായ നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. പ്രതീകാത്മകമായി ഞാൻ പറയാം, പ്രതീകാത്മകമായി. അപ്പോൾ ഈ ഒരു ഉദാഹരണം വെച്ച് ചിന്തിച്ചാൽ നമുക്ക് പലവിധമായ സഭകളുണ്ട്. ഇതിപ്പോൾ ഒരു മാർത്തോമ മഗ്ഗാണ് എന്ന് വിചാരിക്കുക. മാർത്തോമ മഗ്. എനിക്ക് വേറെ ഒരു മഗ്ഗുണ്ട്, അത് CSI മഗ്ഗാണ്. വേറൊരു മഗ്ഗുണ്ട്, അത് കത്തോലിക്ക മഗ്ഗാണ്. വേറൊരു മഗ്ഗുണ്ട്, അത് പെന്തക്കോസ്ത് മഗ്ഗാണ്. അങ്ങനെ പല വിധത്തിലുള്ള മഗ്ഗുകളുണ്ട്. എന്നാൽ ഓരോ തരത്തിലുള്ള മഗ്ഗും
അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ മാനുഫാക്ചർ ചെയ്യുന്ന മോൾഡിലുള്ള അതൊരുപോലെ ഇരിക്കും. അപ്പോൾ മാർത്തോമ മഗ് മുഴുവനും ഒരേ വിധത്തിൽ ഇങ്ങനെ ഇരിക്കും. പെന്തക്കോസ്ത് മഗ് മുഴുവനും അതുപോലെ ഇരിക്കും. കത്തോലിക്ക മഗ് മുഴുവനും അങ്ങനെ ഇരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ചായയില്ല. അതാണ് പ്രശ്നം. ഇതിനകത്ത് ശൂന്യതയാണ്. അപ്പോൾ ഈ കപ്പുകളുടെ ഉള്ളിൽ നല്ല ചായ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചായ കുടിക്കുന്നു, ഇതിനകത്തുള്ള ഇത് നിങ്ങൾക്ക് കാണാം, ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചല്ല ഞാൻ ചായ കുടിക്കുന്നത്. ഞാൻ ചായയിലാണ് ശ്രദ്ധ ചെലുത്തുന്നത്. ഇതിൻ്റെ പുറത്ത് ഇവിടെ ഇപ്പം 4 പൂവ്, അതിന് പകരം 40 പൂവുണ്ട്, 40,000 പൂവുണ്ട്. അത് ഞാൻ ആ ഒരു ബാഹുല്യവും ഞാൻ ഈ കുടിക്കുന്ന ചായ ഞാൻ ആസ്വദിക്കുന്ന തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം ഇതിനുള്ളിലുള്ളതിന് മാത്രമേ എൻ്റെ ആവശ്യത്തെ, മാനുഷികമായ ആവശ്യത്തെ പരിഹരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് അതിന് ഉള്ളൊരു ഉപാധി മാത്രമാണ്. ക്രിസ്ത്യാനികൾക്ക് പറ്റിയ വലിയ അപകടം, ഒരു വലിയ നഷ്ടം, ഒരു വലിയ അബറേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ സ്വത്വമുണ്ട്, മഗ്ഗുണ്ട്, ക്രിസ്തീയ വ്യക്തിത്വമില്ല. ഇത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഇടയിൽ അല്പം പോലും വ്യക്തതയില്ലാത്തൊരു വിഷയത്തെപ്പറ്റി എൻ്റെ പരിമിതിയിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ച് പങ്കിടാൻ ശ്രമിക്കുകയാണ്. നമുക്ക് മാർത്തോമ മഗ്ഗുണ്ട്, CSI മഗ്ഗുണ്ട്, കത്തോലിക്ക മഗ്ഗുണ്ട്, പെന്തക്കോസ്ത് മഗ്ഗുണ്ട്, ഓർത്തഡോക്സ് മഗ്ഗുണ്ട്, യാക്കോബ മഗ്ഗുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ പേഴ്സണാലിറ്റിയില്ല, ക്രിസ്ത്യൻ ചായയില്ല. എല്ലാവരും ചായ കുടിച്ച നാൾ മറന്നുപോയി. ചായ കുടി നിന്നിട്ട് 2000 വർഷമായി. ഇതാണ് നമ്മുടെ ശാപം. അപ്പോൾ ചായയെപ്പറ്റി നമുക്ക് യാതൊരു വിവരമില്ലാത്തപ്പോൾ പിന്നെ ആകെപ്പാടെയുള്ളത് ഈ മഗ്ഗ് മാത്രമാണ്. അപ്പോൾ അന്നേരം ഇതിനകത്തെ മഗ്ഗ് ഇതാണോ, ഈ പൂവാണോ, ആ ഇലയാണോ, അതോ ഈ തണ്ടാണോ, ദൈവത്തിൻ്റെ മൂക്ക്, കണ്ണ്, കാല് എന്നൊക്കെ പറഞ്ഞ് വലിയ പുക്കാറുണ്ടാക്കും. അങ്ങനെ ഒരു പുക്കാറാണിപ്പോൾ ഈ സിറോ സഭയിൽ നടക്കുന്നത്. അത് ഈ മഗ്ഗിൻ്റെ പുറത്തുള്ള പടം മാത്രമാണ്. അത് ക്രിസ്തീയ വ്യക്തിത്വവും ആത്മീയ വ്യക്തിത്വവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അവരോട് ഏതെല്ലാം വിഷയത്തിൽ പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകുകയില്ല. കാരണം ഞാനിപ്പോൾ ഈ മഗ്ഗിനോട് ഒരു 10 ദിവസം ഇരുന്ന് വലിയ ആത്മീയ മർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മഗ്ഗേ, നിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ല ആയിരിക്കേണ്ടത്. നീ കാണിക്കുന്ന മണ്ടത്തരമാണ്. നിൻ്റെ ഉള്ളിലെ പുറത്തേതല്ല, ബാഹ്യമായതല്ല, നിൻ്റെ ഉള്ളിലെ സത്യമാണ് നീ അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ ഈ മഗ്ഗിന് അതിന് യാതൊരു കാര്യമില്ല, അതിന് അറിഞ്ഞുകൂടാ, ബോധമില്ല. അപ്പോൾ ഈ 2000 വർഷം കൊണ്ട് വലിയ വലിയ സംരംഭമൊക്കെ നടത്തി ക്രിസ്തുവിൻ്റെ പേരിൽ നേടിയെടുത്ത ഒരു വലിയ നേട്ടം എന്താണെന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ ക്രിസ്തീയ സ്വത്വം പരത്താൻ ശ്രമിച്ചു. ക്രിസ്തീയ വ്യക്തിത്വത്തെ നാം തഴഞ്ഞു കളഞ്ഞു. അതിൻ്റെ ഫലമായി ക്രിസ്ത്യാനി എന്ന് പറയുന്ന പലവിധമായ മഗ്ഗുകളുണ്ട്. പക്ഷേ ക്രിസ്തീയമായ ചായയില്ല, ആന്തരികമായ അനുഭവമില്ല. ഇത് ഒരു വലിയ 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 പ്രശ്നമാണ്. നാം യേശുവിനെ ചിന്തിക്കുന്നത് ഒരു സ്വത്വം എന്ന നിലയിലല്ല, ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ്. യേശു ഒരു മതപരമായ മഗ്ഗായിരുന്നില്ല, പിന്നെയോ ഒരാത്മീകമായ ചായ ആയിരുന്നു. അതുകൊണ്ടാണ് ദാഹം ശമിപ്പിക്കാനായിട്ട് ശമര്യക്കാരി സ്ത്രീക്ക് സാധിച്ചു. അവളുടെ ആത്മീയമായ ദാഹത്തിൻ്റെ മുമ്പിൽ മഹാപുരോഹിതനൊരു മഗ്ഗ് പിടിച്ചു കാണിക്കുകയാണ്. ഈ മഗ്ഗ് നിൻ്റെ
ദാഹം ശമിപ്പിക്കും. അങ്ങനെയാണ് അന്നത്തെ മഹാപുരോഹിതൻ, അതായത് ശമര്യക്കാരുടെ മഹാപുരോഹിതൻ ഗരിസിം ടെമ്പിളിൽ, അമ്പലത്തിൽ ഈ ശുശ്രൂഷ നടത്തിയ, അതിന് കാർമ്മികത്വം നടത്തിയ, ഈ വലിയ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ കുരീടമൊക്കെ വെച്ച് അംശവടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഈ മത കൊഞ്ച് അതെന്തുകൊണ്ടാണ് കൊഞ്ച് എന്ന പ്രതീകം ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോവുകയാണ്. ഈ കൊഞ്ചുകൾ അവളെ കാണിച്ചത് മുഴുവനും ഈ കപ്പാണ്, അല്ലെ മഗ്ഗാണ്. അങ്ങനെ ഉള്ളിലൊന്നുമില്ലായിരുന്നു. അതാണ് ആ സ്ത്രീയുടെ അധപ്പതിൻ്റെ കാരണം. ഇനി കൊഞ്ചിനെ പറ്റി 2 വാക്ക്. എന്താണ് കൊഞ്ചിൻ്റെ പ്രത്യേകത? നമ്മളെ സംബന്ധിച്ച് മനുഷ്യനും കൊഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കൊഞ്ചിൻ്റെ ഉള്ളിൽ എത്ര എല്ലുകളുണ്ട്? നിങ്ങൾ സയൻസൊക്കെ പഠിക്കുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം വരാൻ കഴിയും. ഒരു കൊഞ്ചിൻ്റെ ഉള്ളിൽ എത്ര എല്ലുകളുണ്ട്? ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എത്ര എല്ലുകളുണ്ട്? 206 എല്ലുകളുണ്ട്. ഒരു പൂച്ചയുടെ ഉള്ളിൽ എത്ര എല്ലുകളുണ്ട്? 244 എല്ലുകളുണ്ട്. ഒരു പാമ്പിൻ്റെ ഉള്ളിലോ? നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കി. ഒരു പാമ്പിൻ്റെ ഉള്ളിൽ എത്ര എല്ലുകളുണ്ട്? 1800 എല്ലുകളുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ 206, ഒരു പൂച്ചയുടെ ഉള്ളിൽ 244, എന്നാൽ ഒരു പാമ്പിൻ്റെ ഉള്ളിലോ 1800 എല്ലുകളുണ്ട്. എല്ലുകളുടെ ബാഹുല്യത്തെപ്പറ്റിയല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കൊഞ്ചിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര എല്ലുണ്ട്? 1 എല്ലുമില്ല. അതിന് പകരം അതിനെ കവർ ചെയ്യുന്ന, അതിനെ മൂടുന്ന തോടുണ്ട്. എല്ലിന് പകരം തോടുണ്ട്. സയൻസിൻ്റെ ഭാഷയിൽ നിന്ന് ക്രസ്റ്റേഷ്യൻസ് എന്നാണ് പറയുന്നത്. എക്സോസ്കെലിറ്റൻസ് എന്നും പറയും. എന്ന് പറഞ്ഞാൽ എൻഡോസ്കെലിറ്റൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എൻഡോസ്കെലിറ്റനാണ്, നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ എല്ല്. എക്സോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യമായ കവർ മാത്രമാണ് അതിൻ്റെ എല്ല്. അപ്പോൾ അങ്ങനെ ബാഹ്യമായ കവർ ഇത്ര കട്ടിയായാൽ പിന്നെ ഉള്ളിൽ എല്ലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനൊരു കൊഞ്ചിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ക്രിസ്ത്യാനി എന്നൊരു കൊഞ്ചാണ്. ക്രിസ്ത്യൻ കൊഞ്ചുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം ബാഹ്യമായ കവറുണ്ട്, ഉള്ളിലൊന്നുമില്ല. അപ്പോൾ ഈ പുറംചട്ട കൊണ്ട് മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ക്രിസ്ത്യാനി. വാസ്തവത്തിൽ ഇന്ന് ക്രിസ്ത്യാനിയില്ല. ഇന്ന് മാർത്തോമക്കാരനുണ്ട്, CSIക്കാരനുണ്ട്, CNAക്കാരനുണ്ട്, ഓർത്തഡോക്സുകാരനുണ്ട്, യാക്കോബക്കാരനുണ്ട്, കത്തോലിക്കനുണ്ട്, അങ്ങനെ മറ്റുമുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിയില്ല, യേശുവിൻ്റെ അനുയായിയില്ല. പിന്നെ ഈ സഭാ കൊഞ്ചുകളുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൽ ഒരു ക്രിസ്ത്യാനിയെ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ നോക്കിയാൽ അത് ഏതാണ്ട് അസാധ്യമാണ് എന്ന സ്ഥിതിയിലെത്തിയിരിക്കും. ക്രിസ്ത്യാനി ആരാണ്? യേശുവിനെ പോലെ ആകുന്നവൻ മാത്രമാണ് ക്രിസ്ത്യാനി. അങ്ങനെ ഒരു വ്യക്തിത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിത്വം സാധ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യേശു ലോകത്തിൽ വന്നത് മനുഷ്യരെ അവനെ പോലെ ആക്കി തീർക്കുവാനാണ് എന്നതാണ് ആദ്യം മുതൽ അവസാനം വരെ യേശു വെളിപ്പെടുത്തിയ സത്യം. അതുകൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശുവിനെ പോലെ ആയിത്തീരുക. അത് ദൈവമക്കളെന്ന് പറയുന്നത് സ്വത്വത്തെ പരാമർശിക്കുന്നതല്ല, പിന്നെയോ വ്യക്തിത്വത്തെ പരാമർശിക്കുന്നതാണ്. ബീയിങ് എ ചൈൽഡ് ഓഫ് ഗാഡ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ഐഡൻറ്റിറ്റി ബട്ട് ഓഫ് സ്പിരിച്വൽ പേഴ്സണാലിറ്റി. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ആകെപ്പാടെയുള്ള ഒബ്സഷൻ എന്താണ്? ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി എന്താണ്? സഭാ വിഭാഗങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ടാണ് ഒരു മാർത്തോമക്കാരെന്ന് പറഞ്ഞാൽ അഭിമാനം കൊണ്ടും അഹങ്കാരം കൊണ്ടും അവരുടെ നെഞ്ച് അങ്ങ് വിരിയുകയാണ്. ഒരു കത്തോലിക്കനെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ. ഒരു CSIക്കാരെന്ന് പറഞ്ഞാൽ അത്രയും ഒന്നും അഭിമാനിക്കാനില്ലാത്തത് കൊണ്ട്, അല്പം നാണക്കേടിന് വകയുള്ളത് കൊണ്ട് ഇച്ചിരി കൂടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ
അവൻ ക്രിസ്ത്യാനിയല്ല, അവൻ CSIക്കാരനാണ്. അവൻ ഇവിടെ നിൽക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല, അവൻ പെന്തക്കോസ്തുകാരനാണ്. അവിടെ നിൽക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല, അവൻ കത്തോലിക്കനാണ്. ഇത് മാത്രമേ നമ്മുടെ ഇടയിലുള്ളൂ. അതുകൊണ്ടാണ് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുൻപ് ഡെൻമാർക്കിൽ വസിച്ചിരുന്ന വളരെ ശ്രദ്ധേയനായ ഒരു ചിന്തകൻ, എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫിലോസഫർ സോറൻ കീർക്കെഗാർഡ്, അദ്ദേഹം ആ കാലത്ത് വിളിച്ചു പറഞ്ഞത്, ദർ ഇസ് നോട്ട് എ സിംഗിൾ ക്രിസ്ത്യൻ ഇൻ ക്രിസ്ത്യൻഡം. ക്രിസ്തീയ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാതെ പോയല്ലോ എന്ന്. ഇപ്പോഴല്ല, ഏതാണ്ട് 160 പരം വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജർമ്മനിയിൽ വസിച്ചിരുന്ന നീറ്റ്ഷെ എന്ന് പറയുന്ന പ്രസിദ്ധനായ ചിന്തകൻ, അദ്ദേഹത്തിൻ്റെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന പുസ്തകം അവസാനിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത്, ഹിസ്റ്ററി ഹാസ് സീൻ ഓൺലി വൺ ക്രിസ്ത്യൻ ആൻഡ് ഹീ ഡൈഡ് ഓൺ ദ ക്രോസ് 2000 years ago. ലോകം ഒരു ക്രിസ്ത്യാനിയെ കണ്ടിട്ടുള്ളൂ, അവൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ മരിച്ചുപോയി. ഇത് ഒരു എക്സാജറേഷനാണ് ഞാൻ സമ്മതിക്കുന്നത്. പക്ഷേ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തെ ഇത് വിളിച്ച് അറിയിക്കുന്നുണ്ട്. അതേ പുസ്തകത്തിൽ നീറ്റ്ഷെ ബിഷപ്പന്മാരെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. ബിഷപ്പന്മാരെ നീറ്റ്ഷെ പൂവങ്കോഴികളായിട്ടാണ് ആ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. കോക്ക് എന്താണ്? നല്ല പൂവൊക്കെയുണ്ട്, നല്ല ശരീരമൊക്കെയുണ്ട്, പിടക്കോഴികളെ ആകർഷിക്കാനുള്ള എല്ലാ കഴിവുകളുമുണ്ട്, പക്ഷേ വ്യക്തിത്വമില്ല, ആന്തരികമായിട്ട് ഒന്നുമില്ല. ഇത് 150 വർഷങ്ങൾക്ക് മുൻപാണെന്ന് മനസ്സിലാക്കുക. അന്ന് ഇപ്പോൾ മാത്രമല്ല ഈ പ്രശ്നം. ഈ ജ്വരം തുടങ്ങിയിട്ട് നാളേറെയായി. എല്ലാവരും ഇതിനെപ്പറ്റി മിണ്ടാതിരുന്നു. ഇപ്പോൾ നാം ഇതാ പടുകുഴിയിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഈ പൂങ്കോഴികളാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് നീറ്റ്ഷെ പറയുന്നത്. ബാഹ്യമായ ഈ മോടിയല്ലാതെ വേറെ ഒന്നും ഇവരുടെ കയ്യിലില്ല. നിങ്ങൾ ഇവരിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് ഞാനല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പുസ്തകം നെറ്റിൽ നിന്ന് വായിച്ച് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇട്ട് പറയുന്നതല്ല, നിങ്ങൾക്ക് ബോധ്യം വരും. ഇതൊക്കെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ക്രിസ്തീയ ഗോളത്തിൽ വന്ന് സംഭവിച്ച അധഃപതനത്തെ നാം തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ തന്നെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലൗദോക്യ സഭയുടെ അനുഭവത്തിൽ, ജീവിതത്തിൽ യേശുവിന് സ്ഥാനമില്ലാതെ പോകുന്നു. കാരണം എന്താണ്? സഭ അത് സ്ഥാപിക്കപ്പെട്ടപ്പോൾ തൊട്ട് ഇറ്റ് വാസ് ഓൺലി ഒബ്സെസ്ഡ് വിത്ത് ഇൻഡിവിജ്വാലിറ്റി. ലൗദോക്യൻ സഭ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിലുള്ളവർ ഒരു പ്രത്യേക തരത്തിലുള്ള കോഴികളായിരിക്കും. കോഴികളല്ല, കൊഞ്ച് എക്സോസ്കെലറ്റൻസ്, അത് പ്രത്യേക തരത്തിലുള്ള കൊഞ്ച്. എഫെസോസിലെ സഭയിൽ മറ്റു കൊഞ്ചുകൾ, സർദീസിലെ സഭയ്ക്ക് മറ്റു കൊഞ്ചുകൾ, അങ്ങനെ മറ്റും. അതുകൊണ്ടാണ് സഭകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ ആദ്യം തൊട്ടേ ഉണ്ടാകും. ഈ ഉള്ളിൽ പൊള്ളയാകും തോറും ഈ ബാഹ്യമായ പുറംചട്ടുകൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുമി മുട്ടി ശബ്ദമുണ്ടാക്കും. അങ്ങനെയാണ് ഈ കോലാഹലം ഉണ്ടാകുന്നത്. മതപരമായ കോലാഹലം ക്രിസ്തീയ സമൂഹത്തെ അക്രൈസ്തവരെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇവർ വളരെ ഐക്യമുള്ളവരെന്നാണ്. ഞാൻ എത്രയോ അക്രൈസ്തവരോട് ഇടപെട്ടിരിക്കുന്നു. അവരൊക്കെ വളരെ അസൂയയോടുകൂടെ പറയുന്നത്, നിങ്ങളുടെ സമൂഹം, ക്രിസ്തീയ സമൂഹം വളരെ ഐക്യമുള്ളവരാണ്. ഇത് കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അധികമൊന്നും അതിനെപ്പറ്റി പ്രതിപാദിക്കാറുമില്ലായിരുന്നു. എന്തിനാണ് നമ്മുടെ പ്രശ്നം ഈ വിഴുപ്പ് തെരുവിൽ കൊണ്ടലക്കുന്നത്? നമ്മുടെ യാഥാർത്ഥ്യം നാം അറിയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യം എന്താണ്? അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ മൂലകാരണം നമ്മുടെ ആകെപ്പാടെയുള്ള കരുതൽ, അവർ സോൾ ഒബ്സെഷൻ ഈസ് വിത്ത് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി, ക്രിസ്തീയ സ്വത്വം. ഈ സ്വത്വം എന്നത് ബാഹ്യത മാത്രമാണെന്ന് ദയവായി മനസ്സിലാക്കുക. നമ്മൾ ക്രിസ്ത്യാനി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പേരുകൊണ്ട്, പിന്നെ അവൻ്റെ കഴുത്തിൽ കുരിശുള്ള മാലയുണ്ടോ എന്ന് നോക്കി, പിന്നെ അവൻ പള്ളിയിൽ പോകുന്നുണ്ടോ, പിന്നെ ആ മെത്രാൻ്റെ കൈ മുത്തുന്നുണ്ടോ, പുരോഹിതനെ ആദരിക്കുന്നുണ്ടോ, പള്ളിക്ക് കൊടുക്കേണ്ട വീതം കൊടുക്കുന്നുണ്ടോ,
ഇങ്ങനെയുള്ള ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നാം ഒരുത്തനെ ക്രിസ്ത്യാനിയാണ് എന്ന് കരുതുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നൊരു സംഭവം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. അവിടെ യേശു ഒരു യഹൂദന്മാരുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ, ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ, അവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. യേശു അവിടെ ചെല്ലുന്നത് വരെ ആർക്കും അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവരുടെ ഇടയിൽ ഇരുന്ന് ആരാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം മതമെന്ന് പറയുന്നത് ബാഹ്യത മാത്രമാണ്. ഇപ്പോൾ യഹൂദന്മാരുടെ ശബത്തായ വെള്ളിയാഴ്ച അവന് വരുന്നു, എല്ലാവരെയും പോലെ അവനവിടെ ഇരിക്കുന്നു. യഹൂദ ആചാരക്രമങ്ങൾ അല്പം പോലും തെറ്റിക്കാതെ അവൻ ചൊല്ലുന്നു, അല്ലെങ്കിൽ ആവർത്തിക്കുന്നു. യാതൊരു ശല്യം ഉണ്ടാക്കുന്നില്ല, കൊടുക്കേണ്ടത് കൊടുക്കുന്നു, അവൻ പോകുന്നു. അപ്പോൾ പുരോഹിതൻ്റെ കണ്ണിൽ അവൻ വിശുദ്ധനാണ്, പക്ഷേ അവൻ്റെ ഉള്ളിൽ അശുദ്ധാത്മാവാണ്. എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യം മറ്റാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യേശുവിന് ഈ യാഥാർത്ഥ്യം പെട്ടെന്ന് തിരിച്ചറിയാനിടയായത്? എന്തുകൊണ്ടാണ് അശുദ്ധാത്മാവിന് യേശു കടന്നു വന്നപ്പോൾ ശ്വാസം മുട്ടിയത്? ആന്തരികമായ അവസ്ഥയെ തിരിച്ചറിയുവാൻ കഴിവുള്ള ഒരു ആത്മീയ വ്യക്തിത്വം, സ്വത്വമല്ല വ്യക്തിത്വം, സ്പിരിച്വൽ പേഴ്സണാലിറ്റി അവിടെ വന്നു. അതിൻ്റെ വീര്യം അറിഞ്ഞ് അശുദ്ധാത്മാവിന് സ്വയമേ ശ്വാസം മുട്ടി. ആ ഒരു സംഭവം തന്നെ ശ്രദ്ധിച്ച് ഞാൻ അവതരിപ്പിക്കുന്ന ആശയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനും ആശയത്തിന് പ്രാധാന്യം തിരിച്ചറിയാനും ഇത് സഹായിക്കും. ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുക. നമ്മളാരും തന്നെ നമ്മുടെ ഈ ദിവസം വരെയുള്ള ലോക മതപരമായ ജീവിതത്തിൽ, ആത്മീയ ജീവിതം എന്ന് പറയാനൊക്കില്ല, മതപരമായ ജീവിതത്തിൽ ക്രിസ്തീയമായ വ്യക്തിത്വം പ്രാപിക്കണമെന്നോ അതിൽ മുതിർന്നു വരണമെന്നോ വളർന്നു വരണമെന്നോ ആരെങ്കിലും നമ്മെ ഉത്ബോധിപ്പിച്ചതായി നമുക്ക് യാതൊരു ഓർമ്മയുമില്ല. എന്ന് മാത്രവുമല്ല, അങ്ങനെ വളരുവാൻ നാം ആരും കൂട്ടാക്കിയിട്ടുമില്ല. നമ്മുടെ ആകെപ്പാടെയുള്ള അറിവും പരിശീലനവും എന്തായിരുന്നു? മതപരമായ സ്വത്വം, റിലീജിയസ് ഐഡൻറ്റിറ്റി. അതെന്താണ്? എൻ്റെ സഭയിലുള്ള എൻ്റെ മെമ്പർഷിപ്പാണ്. ക്രിസ്തീയമായ സ്വത്വം പോലും നമുക്കില്ല. നമുക്ക് സഭാ വിഭാഗത്തിൻ്റെ സ്വത്വം. ഒരു മാർത്തോമാക്കാരനാണ്, അതിനപ്പുറത്തൊന്നും അവനാകുകയില്ല. ഒരു സി എസ് ഐക്കാരൻ മാത്രമാണ്. പിന്നെ ഓർത്തഡോക്സിൻ്റെയും യാക്കോബയുടെയും കാര്യം, ജൈക്കോബൈറ്റിൻ്റെയും കാര്യം പറയേണ്ട കാര്യമെല്ലാമുണ്ട്. ഇതെല്ലാമാണ്. ക്രിസ്ത്യാനി ഇല്ല. നിങ്ങൾ ദയവായി മനസ്സിലാക്കുക, ക്രിസ്ത്യാനി ഇല്ല. ഉള്ളതിങ്ങനെയുള്ള ചില ക്രിസ്ത്യൻ മഗ്ഗുകളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൊഞ്ചുകളാണ്. ഉള്ളിലൊന്നുമില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം, ആത്മീയമായ വ്യക്തിത്വം അവൻ്റെ ഉള്ളിലാണ്. അവൻ്റെ സ്വത്വം അവൻ്റെ ബാഹ്യതയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സമ്പത്ത് നിധി നിങ്ങൾ കാംക്ഷിക്കരുത്. ഈ നിധി എന്താണ്? ലോകത്തിൻ്റെ നിധി എന്താണ്? സ്വത്വമാണ്, ഐഡൻറ്റിറ്റിയാണ്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയുമുള്ള ആ ധനം, ആ നിധി എന്താണ്? നിങ്ങളുടെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം നിങ്ങൾ കാണുന്നത് യേശുവിലാണ്. ആ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഭാഗം അല്ലെങ്കിൽ ഗുണം എന്തായിരുന്നു? അതിൻ്റെ സാർവലൗകികതയായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർ ഉണ്ടാക്കിയ ഒരു ചങ്ങലയിലും ബന്ധിക്കപ്പെടാതെ യേശു ആത്മീയമായ സ്വാതന്ത്ര്യത്തിൽ തൻ്റെ ഇഹലോക ദൗത്യം പൂർത്തീകരിച്ചത്. നമുക്കറിയാം യഹൂദനും ശമരിയക്കാരും തമ്മിലുള്ള ബന്ധം. അവരെ വിഭജിച്ച് നിർത്തിയ വലിയ ഭിത്തികൾ, കൽഭിത്തികൾ, യേശു അത് തച്ചുടച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ചുങ്കക്കാരെയും പാപികളെയും മാറ്റി നിർത്തുക. നല്ലവരെ ഇപ്പുറത്തും ചുങ്കക്കാരെയും പാപികളെ അപ്പുറത്തും, ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തുന്ന വലിയ ഭിത്തികൾ യേശു അത് ഇടിച്ച് കളഞ്ഞു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഭിത്തി യേശു ഇടിച്ച് കളഞ്ഞു. പുരോഹിതനും
എന്താണ് പറയുന്നത്, പ്രീസ്റ്റ് ആൻഡ് ലേറ്റി, അൽമായനും, പുരോഹിതനും അൽമായനും തമ്മിലുള്ള വ്യത്യാസം, മഹാപുരോഹിതനും സാധാരണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, വേണ്ട ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം യേശു ഇടിച്ചു കളഞ്ഞു. അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ആ വ്യക്തിത്വമുള്ളത് കൊണ്ടാണ്, ആത്മീയമായ വ്യക്തിത്വമുള്ളത് കൊണ്ടാണ്. ആ വ്യക്തിത്വത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മാത്രമേ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകൂ എന്ന് പറയാൻ സാധ്യമാകുകയുള്ളൂ. ഒരൊറ്റ ബിഷപ്പിനോ മെത്രാനോ ഒരു പോപ്പിനോ ഒരു വിശ്വാസി ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയാൻ തത്ത ഉരുവിടുന്ന പോലെ ആവർത്തിക്കാൻ കഴിയും. പക്ഷെ അവരുടെ ആരുടെയും മനസ്സിൽ ഈ ഒരു സാർവലൗകിക ദർശനം ഉദിക്കുകയില്ല. സത്യം സത്യം സത്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയും. ലോകത്തിൽ ഏതെങ്കിലും ഒരു മത നേതാവിൻ്റെ മനസ്സിൽ ആശയം ഉദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരു കാലത്തുമില്ല. അതൊരാത്മീയമായ വ്യക്തിത്വത്തിൽ കൂടെ മാത്രമേ അങ്ങനെയുള്ള കാഴ്ചപ്പാട് പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ നമുക്ക് ഇന്നും കഴിയാത്തതിൻ്റെ കാര്യം നമ്മൾ ഈ മതപരമായ സഭാവിഭാഗപരമായ സ്വത്വത്തിൽ മാത്രം പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മാർത്തോമ മഗ്ഗാണ്, CSA മഗ്ഗാണ്, കത്തോലിക്ക മഗ്ഗാണ്. ഉള്ളിലൊന്നുമില്ല. ഈ പുറംചട്ട പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊഞ്ചെങ്ങനെ കിടക്കുക പോലെ നമ്മൾ കിടക്കും. അതുകൊണ്ടാണ് കൊഞ്ചിന് മനുഷ്യന് 2006 എല്ലുകൾ, പൂച്ചയ്ക്ക് 2044 എല്ലുകൾ, പാമ്പിന് 1800 എല്ലുകൾ, കൊഞ്ചിന് ഒരു എല്ലുമില്ല. ഉള്ളത് ഈ പുറംചട്ട മാത്രമാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയെ ഞാൻ കൊഞ്ചാണ് എന്ന് പറയാൻ കാര്യം. ഈ ബാഹ്യത മാത്രം കൊണ്ട് നാം നിൽക്കുകയാണ്. ഇത് പൊളിച്ചു നോക്കിയാൽ എന്തുണ്ടാകും? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതാണെന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ആത്മീയമായ വ്യക്തിത്വം പ്രാപിക്കുവാൻ വലിയ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. സ്വർഗ്ഗത്തിൽ പോകാനൊക്കെ കാത്തിരിക്കുന്നവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വത്വം കാലം അതിൻ്റെ ചുറ്റിക കൊണ്ട് അടിച്ചു പൊളിക്കും. കാലത്തിൻ്റെ നശീകരണ ശക്തിക്ക് അതീതമായി പ്രവർത്തിക്കുന്നതിന് എന്തിനെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വം മാത്രമാണ്. നിങ്ങളുടെ ആത്മീയമായ വ്യക്തിത്വം അത് സാർവലൗകികമാണെങ്കിൽ മാത്രമേ അത് ആത്മീയമായ വ്യക്തിത്വമാകുകയുള്ളൂ. ബാക്കി ഒന്നും സാർവലൗകികതയില്ലാത്ത, യൂണിവേഴ്സാലിറ്റി ഇല്ലാത്ത, കോസ്മിക് റിയാലിറ്റി ഇല്ലാത്ത ഒന്നും ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെ ഘടകമാകുവാൻ, അംശമാകുവാൻ സാധ്യമല്ല. ഇതാണ് ഞാൻ യേശുവിൽ കണ്ടത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും ഞാൻ യേശുവിൽ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനി യേശുവിനെ പോലെ ആണ് എന്ന് പറയുകയും ഈ ചെറിയ ചെറിയ കഷ്ണത്തിൻ്റെ മൂലയ്ക്ക് കടിച്ചു പിടിച്ച് കിടക്കുന്ന ഈ കൊഞ്ചു പോലെ നിന്ന് കറങ്ങുകയും ചെയ്യുന്ന ഈ ഒരു വിരോധാഭാസം കണ്ട് മടുത്ത് സഹിക്കാൻ വയ്യാതെയാണ് ഈ സുപ്രധാനമായ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ഇതിനെപ്പറ്റി വ്യക്തത പ്രാപിക്കുകയും ചെയ്യണമേ. അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയുടെ ഭീകരമായ പരാധീനത തിരിച്ചറിയുവാനും അതിൽ നിന്ന് വല്ലവിധേനയും രക്ഷപ്പെടുവാനുള്ള ശ്രമം നടത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കും, കൂട്ടാക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് നമ്മുടെ അവസ്ഥയിൽ സംഭവിച്ചിരിക്കുന്ന ഭീകരമായ പാളിച്ച, നാം വെറും കാമ്പില്ലാത്ത പതിരുകളായിപ്പോയി. ഗോതമ്പ് മണിയാകേണ്ടതിന് പകരം നാം പതിരായിപ്പോയി. അതുകൊണ്ട് നമ്മെ ഈ ഭൂമിയിൽ വിതച്ചിട്ടൊരു കാര്യവുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും എപ്പോഴും യാതൊരു പ്രതീക്ഷയുമില്ലാതെ. ഞാൻ ആയിരക്കണക്കിന് ആളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശോചനീയമായ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുത്താൻ സാധ്യമാണ്. ഒരിക്കലും സാധ്യമല്ലെന്നാണ് പറയുന്നത്. ഒരിക്കലും സാധ്യമല്ല. യേശു പറയുന്നത്, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറി. എന്താണ് മല? ഇത് സാധ്യമല്ല എന്നതാണ് ഈ മലയുടെ പേര്. ഈ മലയ്ക്കൊരു പേരുണ്ട്. എന്താണ്? സാധ്യമില്ലാ മല. തിരുവില്ലാമല എന്നൊക്കെ പറയുന്ന പോലെ സാധ്യമില്ലാ മല, ഒന്നും സാധ്യമല്ല, അതാണ് മല. ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകും. പക്ഷെ അതിനുള്ള ആത്മീയമായ വ്യക്തിത്വം നമുക്കുണ്ടാകണം. അതിന് പകരം
ഈ ഡിനോമിനേഷണൽ ഐഡൻറ്റിറ്റിയുടെ വാല് കടിച്ച് കിടക്കുകയാണ്. ദിവസം കഴിയുന്തോറും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഈ മതപരമായ കൊഞ്ചുകൾ ശോഷിച്ച് വികൃതമായി മാനുഷികമായ ഒരു ഗുണവുമില്ലാതെ സ്വർഗത്തിൽ പോകാനായിട്ടിരിക്കുന്നവരാണ്. മാനുഷികമായ യാതൊരു ഗുണവുമില്ലാതെ ഒരു നല്ല ആശയം പറഞ്ഞാൽ ജ്വരം പിടിക്കുന്നവർ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീകമായ ആശയം പറയുമ്പോൾ പന്നിയുടെ മുമ്പിലിട്ട മുത്തുപോലെ അതിനെ ചവിട്ടി മെതിക്കുകയും പറയുന്നവനെ കടിക്കാനും വരുന്ന ക്രിസ്ത്യാനി, അവൻ ആരാണ്? അവൻ എന്താണ്? ഇത് നേടാനാണോ യേശു ലോകത്തിലേക്ക് വന്നതാണോ നിങ്ങൾ പറയുന്നത്? അയ്യോ കഷ്ടം. നിങ്ങൾ ചിന്തിക്കണം. എത്രമാത്രം എനിക്ക് പറയാനുള്ളൂ.